ഹമ്മാദീങ്ങൾക്ക് കിട്ടുന്ന നേട്ടങ്ങളൊന്ന് കേട്ടാലോ. ആരാണ് ഉസ്താദെ ഹമ്മാദീങ്ങൾ? നമ്മളൊക്കെ ഹമ്മാദീങ്ങളാകും, ചിലപ്പം ആകുമെന്നല്ല, ആകണം. ഹമ്മാദിന് കിട്ടുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം. എങ്ങനെയാണ് ഹമ്മാദാകേണ്ടത്, എന്താണ് അതിന് ചെയ്യേണ്ടത്, അത് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്? നമ്മളൊക്കെ ജീവിതത്തിൽ എത്രയോ പ്രയാസങ്ങൾ നേരിടുന്നവരാണ്, പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ്. അതൊക്കെ പുഷ്പം പോലെ പരിഹരിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഫضലുള്ള പവറുള്ള ഒരു വഴിയാണ് ഞാനും നിങ്ങളൊക്കെ ഹമ്മാദാകുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് ഹമ്മാദാകുക എന്നുള്ള അതിനുള്ള ആപ്ലിക്കേഷൻ എവിടെയാണ് പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം. വീഡിയോ മുഴുവനായി കേൾക്കണേ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാം. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകൾ പാകപ്പിഴവുകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. നമ്മളൊക്കെ ഹമ്മാദീങ്ങളാകണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. ആരാണ് ഹമ്മാദീങ്ങൾ? എന്തിനാണ് നമ്മൾ ഹമ്മാദാകുന്നത്? നമ്മളായിരുന്നാൽ പോരെ? എന്താണ് ഈ ഹമ്മാദീങ്ങൾ എന്ന് പറഞ്ഞാൽ? ഹമ്മാദ്, ഹാമിദ് എന്നൊക്കെ പറഞ്ഞാൽ സ്തുതിക്കുന്നവൻ എന്നാണ് അർത്ഥം വരിക. ഹമ്മാദ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്ന ആൾ, ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്ന ആൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നമ്മെ ആക്കി തരട്ടെ. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താ? ഹമ്മാദാകുക എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് മനസ്സറിഞ്ഞു പറയാൻ കഴിയാം. അൽഹംദുലില്ലാഹ്. നമുക്കൊക്കെ എത്രയോ നിഅമത്ത് കിട്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹു നമുക്കൊക്കെ അതിന് പറയാനുള്ള ഭാഗ്യം നൽകട്ടെ. ചെയ്തു തന്ന നിഅമത്തുകളൊന്നും കുറഞ്ഞു കാണാനേ കഴിയില്ല. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകളൊന്നും ഇപ്പം ഞാൻ ഈ പറയുന്ന ഈ സംസാരിക്കാൻ കഴിവുവന്ന അള്ളാഹുവാണ്. അൽഹംദുലില്ലാഹ്. ഈ സംസാരം നിങ്ങൾക്ക് കേൾക്കാൻ കഴിവുവന്നവൻ അള്ളാഹുവാണ്. അൽഹംദുലില്ലാഹ്. നിങ്ങൾക്ക് എന്നെ കാണാൻ, അത് ഏത് വഴിയിലൂടെ ആണെങ്കിലും കാണാനുള്ള തൗഫീക്ക് കണ്ണു തന്നത് അള്ളാഹുവാണ്. അൽഹംദുലില്ലാഹ്. ഇല്ലേ? മനസ്സിലാക്കാനുള്ള ബുദ്ധി നൽകിയത് അള്ളാഹുവാണ്. ഇങ്ങനെ നമുക്ക് തുടങ്ങിയിട്ട് ചെയ്തു തന്ന നിഅമത്തുകളെല്ലാം ഇങ്ങനെ എണ്ണുകയാണെങ്കിൽ തീരാത്ത നിഅമത്തുകളുണ്ട്. അപ്പോൾ ഇത് ആരെങ്കിലും ഒരാൾ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ, മനസ്സറിഞ്ഞ് പറഞ്ഞാൽ, വെറുതെ പറയലല്ല. നമ്മളൊക്കെ നിസ്കാര ശേഷമൊക്കെ അൽഹംദുലില്ലാഹ് 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെല്ലാറുണ്ട്. ആ ഹംദിനല്ല ഈ പറയണത്, മറിച്ച് മനസ്സറിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ്. ഞാനൊരു ഉദാഹരണത്തിലൂടെ തുടങ്ങിത്തരാം. ഒരാൾ ഒരു യാത്ര പോവുകയാണ്, വലിയൊരു യാത്ര. നമ്മളിപ്പോൾ ഈ അടുത്ത് വാൽപ്പാറ ദുരന്തം കണ്ടു, ഇല്ലേ? ഒരുപാട് ആളുകൾ അതിൽ മരണപ്പെടുകയുണ്ടായി. അല്ലാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ, ഇല്ലേ? യാത്ര വലിയ ദാരുണമായ അന്ത്യം നമ്മൾ കണ്ട എല്ലാവരുടെയും. വലിയ പ്രയാസം, കുടുംബത്തിൻ്റെ അത്താണികളുള്ളവരുണ്ട്, അല്ലേ? അധികം സ്ത്രീകൾ മരണപ്പെട്ടവരുണ്ട്. ഒരു കുടുംബത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന വീട് ഭരിച്ചിരുന്നവരാണ് അവരൊക്കെ. അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് വിട പറയുക എന്ന് പറഞ്ഞാൽ വലിയ ആ ഒരു വീടിൻ്റെ നെടുന്തൂണ് തന്നെ നഷ്ടപ്പെട്ടു എന്നാണ്. അപ്പോൾ അല്ലാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ, അതുപോലെ സ്വർഗം കൊടുക്കട്ടെ, കുടുംബത്തിനൊക്കെ ക്ഷമ നൽകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു യാത്ര പോവുകയാണ്. യാത്രയിൽ നല്ല സ്പീഡിൽ പോകുന്ന യാത്രയിൽ വല്ലാത്ത അപകടം പറ്റിയാന്ന് വെച്ചാൽ ആ വണ്ടി ഇടിച്ച് തരിപ്പണമായിട്ട് ആ വണ്ടി എന്ത് ചെയ്യുക, കണ്ടു കഴിഞ്ഞാൽ ആളുകൾ പറയാനകത്തുള്ള ഒരൊറ്റ ആൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറയും. പക്ഷേ അത്ഭുതകരമായി ആ വണ്ടിയിൽ നിന്നും രക്ഷപ്പെട്ട ഒരാൾ, അയാളുടെ കൽബിനുള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ അയാൾ രക്ഷപ്പെട്ടു. അയാൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവരൊക്കെ മരണപ്പെട്ടു, വണ്ടിയിലുണ്ടായിരുന്നവർ. ഈ കൽബിൻ്റെ ഉള്ളിൽ ഇയാളുടെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടാവും? അല്ലാഹ്, എനിക്ക് നീ രക്ഷ നൽകിയല്ലോ എന്നുള്ളൊരു ചിന്ത. അയാളുടെ കൽബിൻ്റെ അടിയിൽ നിന്നും ഒരു സ്തുതി വരും. അൽഹംദുലില്ലാഹ്, നീ എന്നെ അപകടത്തിൽ പെടുത്തിയെങ്കിലും എന്നെ നീ രക്ഷപ്പെടുത്തിയല്ലോ, ഒരു ഹംദ് വരുമല്ലോ. ഈ ഹംദ് ജീവിതത്തിൽ എപ്പോഴും അയാൾക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാളാണ് ഹമ്മാദ് എന്ന് പറയാം. ഹമ്മാദ്. ആ ആപ്ലിക്കേഷൻ ഒന്ന് പൂരിപ്പിച്ചുകൂടെ? ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ ചേർത്ത് തരട്ടെ. ഇനി അവർക്ക് കിട്ടുന്ന നേട്ടം പറഞ്ഞുതരാം. അവ്വലു മൻ യുദഅ ഇലൽ ജന്നതി അൽ ഹമ്മാദൂൻ അല്ലദീന യഹ്മദൂനല്ലാഹ ഫിസ്സറാഇ വല്ലറാഇ സദഖ റസൂലുള്ളാഹ്. നബി തങ്ങൾ പറയാം, ആരെങ്കിലും ഒരാൾ രഹസ്യത്തിലും പരസ്യത്തിലും ഒറ്റയ്ക്കും കൂട്ടായും എല്ലാ സ്ഥലത്തും, അതാ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്, എല്ലാപ്പോഴും ആരെങ്കിലും അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ, ഹാമിദീങ്ങളാകുന്നുണ്ടെങ്കിൽ, ഹമ്മാദീങ്ങളാകുന്നുണ്ടെങ്കിൽ ആദ്യമായി നാളെ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്നത് ഹമ്മാദീങ്ങളെ ആയിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹമ്മാദീങ്ങൾ ആദ്യം സ്വർഗത്തിൽ പോകാൻ ആ ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചാലുള്ള ഗുണം പറഞ്ഞ ഒന്നാമത്തെ നേട്ടം, ആദ്യം സ്വർഗത്തിൽ കടക്കാനുള്ള അഡ്മിഷൻ ലഭിക്കുന്നത് ഹമ്മാദീങ്ങൾക്കാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. നബി തങ്ങൾ തന്നെ പറയുകയാണെന്ത്, ആരെങ്കിലും ഒരാൾ പ്രഭാത സമയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത്, ആരെങ്കിലും ഒരാൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ഹംദ്
രാവിലെ പ്രഭാത സമയത്ത് ആരെങ്കിലും പറഞ്ഞു എത്ര തവണ 360 മറത്തൻ 360 തവണ 360 തവണ ആരെങ്കിലും ഒരാൾ നന്ദി സൂചകമായിട്ട് എന്ത് ചെയ്തു അൽഹംദുലില്ലാ പറഞ്ഞു. എന്തിനാ ഈ 360ൻ്റെ കണക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ തന്നെ കാണാം, ഓരോ മനുഷ്യൻ്റെ ശരീരത്തിലും എൻ്റെ നിങ്ങളുടെയൊക്കെ ശരീരത്തിൽ 360 കെണിപ്പുകളുണ്ട്, ജോയിൻറ്റുകൾ അല്ലേ, ജോയിൻറ്റുകളുണ്ട് പരസ്പരം. നമ്മുടെ എല്ലുകൾ ജോയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഈ ജോയിൻറ്റ് ചെയ്ത സ്ഥലങ്ങൾ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളയ്ക്കാനും തിരിക്കാനും ഒക്കെ പറ്റുന്നത് കൊണ്ടാണ് നമുക്കൊരു പ്രയാസമില്ലാത്തത്. എന്നാൽ ഇതങ്ങ് എപ്പോഴെങ്കിലും ഒരു പിടുത്തം വീണ് കഴിഞ്ഞാൽ അന്ന് തീരും നമ്മളുടെയൊക്കെ അഹങ്കാരം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നിട്ട് നമ്മുടെ ജോയിൻറ്റുകളൊന്നും പ്രശ്നവും ഒന്നും ഇല്ലാതെ രാവിലെ എഴുന്നേറ്റപ്പോഴും ഒരു കുഴപ്പവും ഇല്ലാതെ അൽഹംദുലില്ലാ അല്ലേ. അപ്പോൾ ഈ ഓരോ ജോയിൻറ്റുകൾക്കും അൽഹംദു എന്ന കണക്കനുസരിച്ച് 360 തവണ ആരെങ്കിലും ഒരാൾ പ്രഭാത സമയത്ത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ സകല രോഗങ്ങളിൽ നിന്നും അള്ളാഹു ആ മനുഷ്യന് ശിഫാ നൽകുന്നതാണ് എന്ന് നബിതങ്ങൾ വെറുതെ പറയല്ല. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അസ്ബഹ, നബിതങ്ങൾ പ്രഭാതത്തിലായി യഹ്മദുല്ലാഹ 360 മറ, നബിതങ്ങൾ 360 തവണ ഹംദു പറയുമായിരുന്നു, അൽഹംദുലില്ലാ ചൊല്ലുമായിരുന്നു എന്ന് ആര് പറയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹത്തുക്കൾ പഠിപ്പിച്ചിരിക്കുകയാണ്. നബിതങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഇല്ലേ. അള്ളാഹു നമ്മുടെ ജീവിതത്തിലും പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഇത് മറ്റൊരു ഹദീസിൽ കാണാം, വൈദ അംസ കാല മിസ്ലി, വൈകുന്നേരം ആയാലും നബിതങ്ങൾ അപ്രകാരം എന്ത് ചെയ്യായിരുന്നു? അൽഹംദുലില്ലാ പറയുമായിരുന്നു എന്ന്. അങ്ങനെ ജീവിതത്തിൽ നമുക്ക് പതിവാക്കാൻ പറ്റിയ ഏറ്റവും മഹത്തായ ഒരു ദിക്റാണ് അൽഹംദുലില്ലാ. മറ്റൊരു ഹദീസിൽ കാണാം, നമ്മൾ ചെയ്യുന്ന നന്ദി, ഞാനിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ ഈ കേൾക്കുന്നതും കാണുന്നതും പറയുന്നതും ചിന്തിക്കുന്നതും ഒക്കെ അള്ളാഹു ചെയ്തതെന്ന് നിഅമത്താണല്ലോ. അപ്പോൾ ഈ നിഅമത്തുകളുടെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന നന്ദി സൂചകം, നമ്മളിപ്പോൾ നിസ്കരിക്കുന്നത് ഒരു നന്ദിയായിട്ടാണ്. നമ്മൾ അള്ളാഹുവിനോട് മുമ്പിൽ നിസ്കരിക്കുന്നു, സുജൂദ് ചെയ്യുന്നു, നമ്മൾ മറ്റ് അള്ളാഹു ചെയ്യാൻ പറഞ്ഞ അമലുകളൊക്കെ ചെയ്യുന്നു, റബ്ബിനുള്ളൊരു നന്ദി സൂചകവും കൂടിയാണത്. എന്നാൽ ഈ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പവറുള്ള, ഏറ്റവും കൂടുതൽ ഫദ്ല് ലഭിക്കുന്ന, അനുഗ്രഹം ലഭിക്കുന്ന നന്ദി ശുക്ർ ഏതാണ് എന്നാൽ അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞൊരു മനുഷ്യന് പറയലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹദീസിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ആരെങ്കിലും ഒരാൾ അപ്രകാരം ചെയ്ത് കിട്ടിയ ഏതെങ്കിലും ഒരു അനുഗ്രഹത്തിൻ്റെ പേരിൽ ഹംദ് നിത്യമായി ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആ അനുഗ്രഹം അള്ളാഹു ദായിമാക്കി കൊടുക്കുകയും ഏറ്റി നൽകുകയും ചെയ്യുമെന്ന് നബിതങ്ങളുടെ ഹദീസിൽ കാണാം. അതിനൊക്കെ പിൻബലമായിട്ട് ല ഇൻ ശക്കർത്തും ല അസീദന്നക്കും എന്ന പരിശുദ്ധമായ ഖുർആൻ്റെ ആയത്തും കാണാം. അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് ഹംദ് ചെയ്യാൻ ഹമ്മാദിങ്ങളെ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് വരുമാറാകട്ടെ അല്ലേ. അപ്പോൾ ആ ആപ്ലിക്കേഷൻ പൂരിപ്പിക്കൂല ഇൻഷാ അല്ലാഹ്. ജീവിതം എപ്പോഴും ചൊല്ലുക, അൽഹംദുലില്ലാ പറയുക, എപ്പോഴും നിത്യമാക്കുക. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്ത്. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ അവരുടെ ജീവിതത്തിലുള്ള സകല പ്രയാസങ്ങളെയും അള്ളാഹു നീക്കിക്കൊടുക്കുന്നതാണ്. ജീവിതത്തിലെ ഇടങ്ങേറുകൾ അള്ളാഹു മാറ്റിക്കൊടുക്കുന്നതാണ്. സന്തോഷവും സ്വസ്ഥതയും സമാധാനവും അള്ളാഹു നൽകുന്നതാണ്. അള്ളാഹു അത്തരത്തിലാക്കി തെരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ചെയ്തു വെക്കുക. കാരണം നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് നിത്യമായി എത്താൻ അത് ഉപകരിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ, അതുപോലെ ദുആ വസിയത്തുകളൊക്കെ നമ്മുടെ കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്. പ്രശ്നപരിഹാരവും മറ്റോ ചോദിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക, വാട്സപ്പിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ വിളിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം പോലെ സംസാരിക്കാം. അല്ലാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ. മറ്റൊരു ദിവസത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.